സുധാകരനും ഇത് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ആശുപത്രിയിൽ കൊടുക്കുന്ന പൊതിച്ചോറ് തടയും. പാവങ്ങളെ പട്ടിണിയിലാക്കി കൊടുത്ത തുടങ്ങിയല്ലേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന പാവങ്ങൾ ആര് പൊതിച്ചോറ് കൊടുത്താലും ഏത് പാർട്ടി കൊടുത്താലും അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിരുന്നു. അത് തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി, വേറെ കുഴപ്പമില്ല. പൊതിച്ചോറ് പുള്ളി കൊടുക്കാൻ പറ്റും, പുള്ളി കൊടുക്കണം. കാരണം ഇവര് വർഷങ്ങളായി, ഇന്നല്ല, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവർ എല്ലാ ദിവസവും കൃത്യമായി പൊതിച്ചോറെത്തിക്കുകയും അത് ആശ്രയിച്ച് ഒരുപാട് പാവങ്ങൾ, ഈ രോഗിയായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും സാധാരണക്കാരാണ്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ അഡ്മിറ്റഡാ, അവരെ ബൈസ്റ്റാൻഡർക്കും ജോലിക്ക് പോകാൻ ഒക്കത്തില്ല, അപ്പൊ അവരും അഡ്മിറ്റഡ് അവിടെ. അപ്പൊ ആ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമെങ്കിൽ അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരാൾക്ക് മനോഹരമായ ഭൂഷണമാണോ അദ്ദേഹത്തിന് മിടുക്കാണോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ഞാനെന്താ അഭിപ്രായം? കാരണം പാവങ്ങൾക്ക് കിട്ടിയെന്നൊരു ആനുകൂല്യം അത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർത്തേണ്ടത്, അത് ബോർഡ് വെച്ചാലും ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐ കൊടുക്കും. ഡിവൈഎഫ്ഐ കൊടുക്കുന്നത് ബോർഡ് വയ്ക്കാൻ വേണ്ടിയല്ല, ഡിവൈഎഫ്ഐ ബോർഡ് വെച്ചാൽ വിരോധത്തോട് വിളിക്കും, ബോർഡ് വയ്ക്കാതെ ഡിവൈഎഫ്ഐ അത് കൊടുക്കും. കാരണം അത് ഒരു നിസ്സാര കാര്യമായി നമ്മളെ കാണരുത്. യൂത്ത് കോൺഗ്രസിന് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് ഡിവൈഎഫ്ഐ ചെയ്തത്. അവർക്കും ആകാമല്ലോ, അവർക്കും ചെറുപ്പക്കാരല്ലേ, അവരും കൂട്ടായ്മയില്ലേ, അവർക്കും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുകൂടെ എന്തുകൊണ്ട് പോയില്ല ഇത്രയും കാലം? ഡിവൈഎഫ്ഐക്കാർ മാത്രം എന്തുകൊണ്ട് പോയി? അപ്പൊ ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഓടിച്ചുവിടും. ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് ശരിയാണ്. ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനമാണ്, അല്ലാതെ ഈ ചോറുണ്ടവരെല്ലാം CPM വോട്ട് ചെയ്തോ? അതൊന്നുമില്ല, അതൊരു മൂഢവിശ്വാസമാണ്. അങ്ങനെ കാരണം അതൊരു നല്ല കാര്യം ചെയ്യുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അനേക വർഷങ്ങളായി ഒരു നല്ല കാര്യം ചെയ്യുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നിർത്തലാക്കും, അത് അടിച്ചമർത്തും. അതല്ലല്ലോ ഇവിടുത്തെ കേരളത്തിലെ പ്രധാന വിഷയം, അതല്ല ആരോഗ്യരംഗത്തെ പ്രധാന വിഷയം ഇതാണോ? മരുന്നുമാരി കുത്തിവെക്കലും സൂചി കുത്തിക്കയറ്റലും ഒടിഞ്ഞു വെക്കലും അതൊക്കെ അല്ലേ, അതൊക്കെ പരിഹരിക്കും. അത് രാഷ്ട്രീയ വിരോധം. പണ്ട് ചുവന്നവനെ ഇപ്പൊ കാണുമ്പോൾ ഒരു അറപ്പ് തോന്നും ചില ആൾക്കാർക്ക്. പണ്ടേ ചുവന്നുകൊണ്ട് നടന്നവരെ ഞാനാക്കിയവരോട് എനിക്ക് വെറുപ്പും അറപ്പും തോന്നാൻ പാടില്ല കേട്ടോ. അത് നിങ്ങളെ ആളുകളോട് പറഞ്ഞേ, ഒരാളെ എപ്പോഴും പോയി സൽക്കരിക്കുമല്ലോ. വലിയൊരു ഔദാര്യമായി പോയി. അത് വരട്ടെ, ആർക്കൊക്കെ വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നുള്ളതിനെ കണ്ടതിന് ശേഷം പറയാം. എവിടെയൊക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു, ആരൊക്കെ പന്ത് കളി കണ്ടില്ലെന്ന് നാളെ നിങ്ങളൊരു സർവേ നടത്ത്, അപ്പൊ അറിയാം. ഇല്ലെന്ന് പറഞ്ഞല്ലേ, വരട്ടെ, ആരൊക്കെ പന്ത് കളി കണ്ടു എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പൊ പറയത്തില്ല. പന്ത് കളി മിക്കവാറും പലരും കാണുകയില്ല, ആ സമയം പണച്ചോളും. അപ്പൊ പറയും ലോഡ് കൂടിപ്പോയപ്പോ കപ്പാസിറ്റി ഇല്ലായിരുന്നു, ട്രാൻസ്ഫോമറിന്റെ ബലം കുറഞ്ഞുകൊണ്ട് പോയതാണൊക്കെ പറയും. ടെക്നോളജികളൊക്കെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. നാളെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കാണാൻ പറ്റാത്തവരുടെ പ്രതിഷേധത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. എന്തായാലും പവർ കട്ടല്ലത്, ഞാൻ ഇന്നലെ പറഞ്ഞു, അത് പവർ കട്ടല്ല. അങ്ങനെ ഈ പവർ കട്ട് എന്ന് പറയുന്നത് 9 മുതൽ 9:30 വരെ എന്നൊക്കെ. ഇതങ്ങനെയല്ല, 9:50 മുതൽ 10:14 വരെ, അങ്ങനെ ഒരു പുതിയ സാധനമാണ്. അത് പവർ കട്ടല്ല. നമ്മളത് അത് പിന്നെ അത് കഴിഞ്ഞൊരു 11:30 മണിക്ക് 11:26 പോകും. പിന്നെ ഒരു 12:15 12 16 ആകുമ്പോൾ വരും. അപ്പൊ അത് പവർ കട്ടല്ല. എപ്പോ വേണമെങ്കിലും അണയ്ക്കാം. ഒന്നുമില്ല, വേറെ ഇത് 3 വേണം. ഇത് കൈ നിറച്ചു.